എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ സെലക്ട് ചെയ്തിരുന്ന ഷെയറുകളാണ് ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി ഷോർട്ട് സെല്ല് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഹൈയിലായിരുന്നു. NSEയും BSEയും എല്ലാ ഇൻഡെക്സും. അപ്പോൾ ഇത്രയും ഹൈയിൽ പോയ മാർക്കറ്റ് പോലും നമ്മൾ ഈ എടുത്ത 20 ഷെയറിൽ നമുക്ക് ഏകദേശം 14 ഷെയർ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഷോർട്ട് സെല്ലിന് ചാൻസ് തന്നിരുന്നു. നല്ല രീതിയിൽ ഇറങ്ങി പോവുകയും ചെയ്തു. അപ്പോൾ മാർക്കറ്റ് എങ്ങനെയാണെങ്കിലും നമുക്ക് വിഷയമല്ല, നമ്മുടെ രീതിയിൽ നമുക്ക് ചാൻസ് കിട്ടുക, നമ്മൾ എൻട്രി എടുക്കും. അത് ചില സമയത്ത് ഒരു ഇന്നാണ് ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഷെയറിനകത്ത് 1-2 പ്രാവശ്യം പല പ്രാവശ്യം അത് ഹൈ അടിക്കും. അപ്പം 1-2 പ്രാവശ്യം ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ്, പക്ഷേങ്കിൽ ചെറിയ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് ഞാനതിനകത്ത് എൻട്രി ചെയ്തിരുന്നു. എനിക്കൊരു പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് പോയി, പക്ഷേങ്കിൽ അടുത്ത 2 എൻട്രിയിൽ നല്ല പ്രോഫിറ്റ് എടുത്ത് വെളിയിൽ വന്നു. ബാക്കിയുള്ള ഷെയറിനകത്തെല്ലാം നല്ല ഹ്യൂജ് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുമായിരുന്നു വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ. കുറച്ച് ഷെയർ, 14 ഷെയറിൽ കുറേ ഷെയറിൻ്റെ ഇത് ഞാൻ ചാർട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന തൻല എന്ന് പറയുന്ന ഷെയർ ഷെയർ ഓപ്പണിങ്ങിൽ തന്നെ R1 മുകളിൽ പോയി R1 താഴോട്ട് ഇറങ്ങും. നമ്മൾ നോർമൽ ചെയ്യുന്ന R1 താഴെ വന്നപ്പോൾ എൻട്രി എടുക്കുക. ഇവിടെ എൻട്രി എടുത്തിട്ട് ഹൈ സ്റ്റോപ്പ് ലോസ് ഇടുക. ഇവിടെ 1156 അല്ലെങ്കിൽ 55, 52 ആ റേഞ്ചൊക്കെ എടുത്താൽ ഒരു 10 മിനിറ്റ് കൊണ്ട് 1102, അതായത് 50 രൂപ പ്രോഫിറ്റ്. അതിന് ശേഷം വീണ്ടും ആവറേജിനടുത്ത് വന്ന് വീണ്ടും തിരിച്ചിറങ്ങിപ്പോയി ഏകദേശം 100 പോയിൻറ്റിനടുത്ത് താഴെ പോയി. നമ്മൾ ഷോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 100 പോയിൻറ്റ് കിട്ടിയില്ലെങ്കിൽ 10, 25, 30 പോയിൻ്റൊക്കെ നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അതിന് ശേഷം ഗ്യാലൻ്റ് എന്ന് പറയുന്ന ഷെയർ, ഗ്യാലൻ്റെ ഇതിൻ്റെ R1 എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് ഗ്രാഫ് CPRൻ്റെ ഇത് മാറ്റുമ്പോൾ കാണാം, കണ്ടില്ലേ? നമ്മളിവിടെ ഈ റേഞ്ച് താഴെ ഈ CPRൻ്റെ റേഞ്ചിൻ്റെ അവിടെ നോക്കിയാൽ മതി. നമ്മളിവിടെ എൻട്രി എടുക്കും, ഇതിന് മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടും. നമ്മളിവിടെ ഒരു എൻട്രി എടുത്താൽ 116 എടുത്താൽ അത് ഏകദേശം 110 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നത്. പിന്നെ ലാസ്റ്റ് ടൈമിൽ കുറച്ച് കയറി വന്നു, എന്നാലും നമ്മൾ ആ എടുത്ത ഹൈയിൽ പോകുന്നില്ല. അതിനുശേഷം NLC ഇന്ത്യ എന്ന് പറയുന്ന ഷെയർ, അത് താഴെ ഓപ്പണായി പ്രീവിയസ് ഡേ ഹൈ അടിച്ച് R1 മുകളിൽ പോയി തിരിച്ച് R1 താഴെ ഇറങ്ങുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കും. ഇവിടെ എൻട്രി എടുത്താൽ 216 റേഞ്ചിൽ എൻട്രി വരെ എടുത്തിരുന്നെങ്കിൽ അത് 210 രൂപയുടെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ആ ഹൈ അടിച്ചിട്ടില്ല. അതിനുശേഷം HMA Agro, R1 മുകളിൽ പോയി R1 താഴെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുക്കും. 765 റേഞ്ച് എടുത്തായിരുന്നെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ 10, 12, 13 രൂപ കിട്ടുന്നുണ്ട്. അതിന് ശേഷം വീണ്ടും താഴെ ഇറങ്ങിപ്പോയി എത്ര 732, ഏകദേശം 30-35 രൂപയ്ക്ക് അടുത്ത് താഴെ പോയിട്ടുണ്ട് ആ ഷെയർ. അതിനുശേഷം HBL പവർ, ഓപ്പണിങ്ങിലെ R1 മുകളിൽ പോയി തിരിച്ച് ഇവിടെ ഇറങ്ങുന്ന സമയത്ത് ഈ ക്യാൻഡിൽ നോക്കിയാൽ മതി, കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുക്കും. 470, 469 റേഞ്ച് എടുത്താൽ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ 450 വരുന്നുണ്ട്. 20 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ആവറേജിനടുത്ത് വന്ന് വീണ്ടും തിരിച്ചിറങ്ങുന്നുണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിലാണ്. നോർമൽ നമ്മൾ ഈ റേഞ്ചിൽ എവിടെയെങ്കിലുമൊക്കെ ബുക്ക് ചെയ്യാമല്ലോ. 20 രൂപ ഒരു ഷെയർ പ്രോഫിറ്റ് കാണിച്ച് ആരാ ബുക്ക് ചെയ്യാത്തത്? അതിനുശേഷം പ്രസ്റ്റീജ് എന്ന് പറയുന്ന ഷെയർ, പ്രസ്റ്റീജ് ഈ റേഞ്ചിൽ ഓപ്പണായി നേരെ കയറിപ്പോയി R1 അടിച്ചു തിരിച്ച് R1 താഴോട്ട് ഇറങ്ങുമ്പോൾ നമ്മളിവിടെ ഈ റേഞ്ച് എൻട്രി എടുക്കുക. ഹൈയിൽ സ്റ്റോപ്പ് ലോസ് ഇടും. ഇവിടെ ഒരു 1225 റേഞ്ചിലൊക്കെ ഒരു എൻട്രി എടുത്തായിരുന്നെങ്കിൽ അരമണിക്കൂറിൽ തന്നെ 1183, 40 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ്. അതിനുശേഷം വീണ്ടും ആവറേജിനടുത്ത് പോകുന്നുണ്ട്. അതായത് പ്രീവിയസ് ഡേ ഹൈയുടെ അടുത്ത് 1-2 പ്രാവശ്യം ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുശേഷം തിരിച്ച് ഭയങ്കരമായിട്ട് ഇറങ്ങിപ്പോയി.
1160, ഏകദേശം 40, 25, 65 രൂപ താഴെ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം വേറെ നേരെ ഷെയർ നസാറ ടെക്നോളജി, എല്ലാം സെയിം മൂവ്മെൻറ്റ്. നമ്മൾ വരുന്ന പോലെ ഇതുപോലെ വരുന്ന ഇത് കണ്ടില്ലേ, പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി തിരിച്ചിറങ്ങുമ്പോൾ നമ്മളിവിടെ എൻട്രി കൊടുക്കുക. 874 എടുത്താൽ 863, 10 രൂപ വീണ്ടും അവിടെ പോകുന്നുണ്ട്. പക്ഷേ ഈ ഹൈ അടിക്കുന്നില്ല, വീണ്ടും അവിടെ പോകുന്നുണ്ട്, വീണ്ടും തിരിച്ചിറങ്ങുന്നുണ്ട്, വീണ്ടും ആ റേഞ്ച് തന്നെ പോയി, വീണ്ടും പിന്നെ നല്ല കണ്ടിന്യൂസ് ഇറങ്ങി. നമ്മുടെ ഹൈ ഇതാണ്, ഇത് നോക്കിയാൽ ഇതാണ് ഹൈ. ആ ഹൈയുടെ മുകളിൽ പോയിട്ടില്ല. 77 ഹൈ. 77 മുകളിൽ പ്രാവശ്യം പോലും പിന്നെ പോയിട്ടില്ല ഓപ്പണിങ് വന്നതിന് ശേഷം. പിന്നെ ചാലറ്റ് എന്ന് പറയുന്ന ഷെയർ, ചാലറ്റ് ഷെയർ R2 അടുത്ത് വരെ പോയി. ഞാൻ ഈ റേഞ്ചിൽ എൻട്രി എടുത്തിട്ട് ഞാൻ കവർ ചെയ്ത് താഴെ. പക്ഷേങ്കിൽ നമ്മൾ നോർമൽ ആൾക്കാർ എടുക്കുമ്പോൾ നമ്മൾ ഈ റേഞ്ച് എടുത്താൽ മതി. ഇവിടുന്ന് കട്ടാവുന്ന സമയത്ത് എടുത്താൽ 651 റേഞ്ചിലെടുത്താൽ 644, ലാസ്റ്റിൽ 638 റേഞ്ചിലോട്ട് പോയി. അതിനുശേഷം REC ലിമിറ്റഡ്, REC ലിമിറ്റഡ് ഓപ്പണിങ്ങിൽ ഇതിനും പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ പോയി. അതിനുശേഷം താഴോട്ടിറങ്ങി. പ്രീവിയസ് ഡേ ഹൈയുടെ അവിടുന്ന് 446 ഏകദേശം 435 റേഞ്ചിലോട്ട് പോയി. എല്ലാത്തിനകത്തും നല്ല രീതിയിൽ പ്രോഫിറ്റ് കാണിക്കുന്നത്. ട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു ഷെയർ മാത്രം 2-3 പ്രാവശ്യം പുതിയ ഹൈ വന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് നമുക്ക് ഒന്നില്ല ഷെയറിന് മാറിയിരിക്കുക. അതല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ അതിനകത്ത് വീണ്ടും നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ എടുക്കുക. ഫസ്റ്റ് ഇത് R1 അടിച്ചേ. R1 അത് ഈ CPR ഹൈഡ് ചെയ്യുമ്പോൾ കണ്ടോ, ഇത് R1-ലാണത്. ഇവിടെ R1 അടിച്ചിറങ്ങിയ സമയത്ത് ഞാൻ എൻട്രി ചെയ്തു, പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ എങ്കിൽ തിരിച്ച് വീണ്ടും കയറി ഇത് ഹൈ അടിച്ചു. ഹൈ അടിക്കുമ്പോൾ നമ്മൾ ഒന്നും ചെയ്യരുത്. നമ്മൾ തിരിച്ച് ഈ റേഞ്ചിൽ തിരിച്ച് തന്നെ ഇവിടെ കണ്ടില്ല, R1 കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ 111.42 എടുത്താൽ 112.70 ഹൈ അടിക്കും. ഒരു രൂപ 30 പൈസയുടെ ഒരു സ്റ്റോപ്പ് ലോസ് നമുക്ക് പോകും. പക്ഷേ തിരിച്ച് വീണ്ടും താഴെ വരുന്ന സമയത്ത് നമ്മൾ വീണ്ടും എൻട്രി എടുത്താൽ വീണ്ടും നല്ലൊരു പ്രോഫിറ്റിലോട്ട് പോകും. ഈ ഒരു ഷെയറാണ് പല പ്രാവശ്യം മൂവ്മെൻറ്റ് വന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവിടെ ഒരു പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് ഉണ്ട് കറക്റ്റ് എൻട്രി എടുക്കുന്നവർക്ക്. ചെറിയ സ്റ്റോപ്പ് ലോസ് 1 രൂപ 30 പൈസ സ്റ്റോപ്പ് ലോസ്. ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു 4 രൂപ തന്നു, വീണ്ടും 4 രൂപ തരുന്നുണ്ട്. അപ്പോൾ 8 രൂപയ്ക്ക് തന്നെടുത്ത് ഒരു രൂപ 1 രൂപ പോകുന്ന വിഷയമല്ല. അങ്ങനെ കുറേ ഷെയറുകൾ തന്നു. TFCI എന്ന് പറയുന്ന ഷെയർ, IREDA, NLC ഇന്ത്യ, ട്രാക്ഷൻ, BPL, SBL പവർ, സ്റ്റാർ, നസാറ ടെക്നോളജി, പ്രസ്റ്റീജ്, ചാലറ്റ് ഹോട്ടൽ. ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ ചാൻസ് തന്ന ഷെയറുകൾ. ഇനി നമുക്ക് നാളെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഷെയറുകൾ നോക്കാം. നാളെ 22 ഷെയർ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ ഈ 4 ഷെയറുകൾ ആവറേജ് വന്നിട്ട് താഴെ പോകാൻ ചാൻസ് ഉള്ളു. അപ്പോൾ ആവറേജിന് മുകളിൽ ട്രേഡ് ആകാം. അതിനുശേഷം ഈ ആവറേജ് താഴോട്ട് വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കുക. അതല്ല എങ്കിൽ പ്രീവിയസ് ഡേ ഹൈ വന്നിട്ട് R1, R2 ഒക്കെ വരുന്ന സമയത്ത് എൻട്രി എടുക്കുക. ഇതിനകത്ത് ഒരു 3-4 ഷെയർ സോഫ്റ്റ്വെയർ കമ്പനികളാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. സെക്ടർ വൈസ് നല്ല മൂവ്മെൻ്റ് ആയിരുന്നു IT സെക്ടർ. അതുകൊണ്ടാണ് മാർക്കറ്റ് അത്രയും ഹൈയിൽ പോയത്. ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിൽ ഹൈയിൽ പോയി, 700 ചില പോയിൻ്റ് ഹൈയിൽ പോയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അതുപോലെ നമ്മൾ കഴിഞ്ഞ 1-1.5 ആഴ്ച മുന്നേ കൊടുത്തിരുന്ന ഷോർട്ട് ടൈം ഗോൾ ഏതർ എന്ന് പറയുന്ന ഷെയർ, നമ്മൾ 789 കൊടുത്തിരുന്നത്. അത് ഇന്നത് 852 റേഞ്ചിൽ പോയിട്ടുണ്ട്. ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 60 രൂപ പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. അതുപോലെ വേറെ നല്ല ഷെയറുകളെല്ലാം കണ്ടമാനം കയറിയിട്ടുണ്ട്. സിർമ എന്നൊക്കെ പറയുന്ന ഷെയർ, സിർമ ഇന്നത്തെ ഹൈ 668 റേഞ്ചാണ്. നമ്മളിത് കൊടുത്തത് 526-31 റേഞ്ച്. അപ്പം ഷോർട്ട് ടൈം കോളിൻ്റെ വീഡിയോയിൽ പോയി ശ്രദ്ധിച്ചാൽ അറിയാൻ ഷെയർ കൊടുത്ത റേഞ്ച് എല്ലാം നല്ല രീതിയിൽ ഹൈയിൽ പോയിട്ടുണ്ട്. ഒരു ഷെയർ വിംതാല മാത്രം, അതും ഏകദേശം
പെർസെൻറ്റേജ് ഹൈയിൽ പോയിട്ട് ഇപ്പോൾ വീണ്ടും ഡൗൺ ട്രെൻഡ് വന്നിട്ടുണ്ട്. അതിനകത്ത് വീണ്ടും നമ്മൾ പറഞ്ഞ റേഞ്ച് വരുവാണെങ്കിൽ ചാൻസ് എടുക്കുക, അതല്ലെങ്കിൽ വിട്ടേക്കുക. ബാക്കിയുള്ള ഷെയറുകളൊന്നും നമ്മൾ പറഞ്ഞ റേഞ്ചിലേ ഇല്ല, എല്ലാം ഒത്തിരി 10% ഒക്കെ ഹൈയിലാണ്, 10, 7, 8 ആ റേഞ്ചിൽ ഹൈയിലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നാളെ അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.